നവകേരള സദസ്സിന് ബസ് വാങ്ങിയത് അംഗീകരിച്ച മന്ത്രിസഭ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ബസ് വാങ്ങിയത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെമ്പറായി റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ ബി സന്ധ്യയെ നിയമിക്കാനും തീരുമാനിച്ചു. 1 കോടി രൂപ ചെലവഴിച്ച് നവകേരള സദസ്സിന് ബസ് വാങ്ങിയ ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് മന്ത്രിസഭായോഗം സാധൂകരണം നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തിന്റെ കരടിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മന്ത്രിസഭാ ഉപസമിതി തയ്യാറാക്കിയ കരടാണ് അംഗീകരിച്ചത്. കരടിൽ കേന്ദ്രത്തിനെതിരെ വിമർശനമുണ്ടെന്നാണ് സൂചന. ഈ മാസം 25-നാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെമ്പറായി റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ ഡോക്ടർ ബി സന്ധ്യയെ നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കളമശ്ശേരി സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ പിന്നീട് മരിച്ച 3 പേരുടെ കുടുംബങ്ങൾക്ക് കൂടി 5 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം അനുവദിക്കാനും തീരുമാനമായി. ജീവിതത്തിൽ ആദ്യമായി കുറ്റകൃത്യത്തിലേർപ്പെട്ട് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ച പ്രതികൾക്ക് പകുതി തടവ് പൂർത്തിയാക്കിയാൽ ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അംഗീകരിച്ചു. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണം മൂലം വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 10 ലക്ഷം രൂപയും വനത്തിനു പുറത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി അനുവദിക്കാമെന്ന ഉത്തരവ് ഭേദഗതി ചെയ്തു. 2022 മുതൽ മുൻകാല പ്രാബല്യവും നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.